ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഫാസ് കുക്ക് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് ഡോണറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാൻ പറ്റും. ഇതിന് കൂടുതൽ കൂടുതൽ നമ്മൾ മെനക്കെടേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. കാരണം ഇത് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ 3/4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇളം ചൂടുള്ള പാൽ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് ആക്റ്റീവ് ഡ്രൈഡ് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ. അപ്പം ഞാൻ ഇവിടെ കുറച്ചധികം തന്നെ ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഈസ്റ്റ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പഞ്ചസാര നല്ലപോലെ മിക്സ് ആകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലപോലെ മിക്സ് ആയതിന് ശേഷം ഇത് അടച്ച് വെച്ച് നമുക്ക് മാറ്റി വെക്കാം. അപ്പം നമ്മളെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയം കൊണ്ട് ഇത് നല്ലപോലെ പൊങ്ങി വരും. ഇനി നമുക്ക് ഇതുപോലൊരു ബൗൾ എടുക്കുക. കുറച്ച് വലിപ്പമുള്ള ബൗൾ തന്നെ എടുക്കുക. ഇതിലേക്ക് ഞാൻ മൈദ മാവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 3 കപ്പ് മൈദ മാവ് എടുത്തിട്ടുണ്ട്. ഞാൻ ഈ കപ്പിൽ 3 കപ്പ്, അതായത് 250 ml കപ്പിൽ 3 കപ്പ് മൈദ മാവ് എടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഞാൻ കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇത്രയും ആവശ്യം ഇല്ല എന്നുണ്ടെങ്കിൽ 1.5 കപ്പ് മൈദ എടുത്താൽ മതി. അപ്പോൾ 1.5 കപ്പ് മൈദ എടുക്കുമ്പോൾ ഏകദേശം 12 ഡോണറ്റോളം കിട്ടുന്നുണ്ട് നമുക്ക്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് ബട്ടറും കൂടി ഇട്ട് കൊടുക്കാം. ഇനി 1.5 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ്, അതായത് 1/2 ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം കൈ വെച്ച് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. നമ്മൾ പിട്ടിനൊക്കെ കുഴക്കുന്ന ആ ഒരു പരുവത്തിൽ നമുക്കിതിനെ കുഴച്ചെടുക്കാം. നമ്മുടെ ബട്ടർ എല്ലായിടത്തും എത്തുന്ന മാതിരി നല്ലപോലെ കൈ വെച്ച് തന്നെ കുഴക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം ഓൾ എന്ന ഓപ്ഷൻ കൂടി വരും, അതും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ ഇനി നമുക്ക് ഇപ്പം നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നടുവിൽ ഇതുപോലെ ഒരു കുഴി ഉണ്ടാക്കുക. ഇതിലേക്ക് 1 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക. 1 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഈസ്റ്റിൻ്റെ കൂട്ടും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി നല്ലപോലെ ഒന്ന് കൈ വെച്ച് കുഴച്ചെടുക്കുക. നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുക. അപ്പം നമ്മൾ കുഴക്കുന്നതിന് അനുസരിച്ച് നമ്മുടെ ഡോണറ്റ് നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. നമ്മൾ കുഴക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുഴക്കുന്നത് ചപ്പാത്തിക്ക് കുഴക്കുന്ന ആ ഒരു പരുവത്തിൽ കുഴച്ചെടുക്കാൻ പാടില്ല. അതിനേക്കാളും കുറച്ച് ലൂസായിട്ട് വേണം ഇതിന് കുഴക്കാൻ. അതായത് നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുറച്ച് കട്ടി കൂടിയാണല്ലോ കുഴക്കുന്നത്, അതുപോലെ കുഴച്ചെടുക്കാൻ പാടില്ല. കുറച്ച് ലൂസായിട്ട് വേണം ഇതിനെ കുഴച്ചെടുക്കാൻ. അപ്പോൾ കുറച്ച് ടൈം എടുത്ത് തന്നെ ഇതിനെ നല്ല പോലെ കുഴച്ചെടുക്കുക. അപ്പം ഞാൻ ഇതുപോലെ കൗണ്ടർ ടോപ്പിലോട്ട് ഇത്തിരി മൈദപ്പൊടി ഇട്ടതിന് ശേഷം ഇതിലേക്ക് നമ്മുടെ മാവ് വെച്ച് കൊടുത്ത് നല്ല പോലെ കൈ വെച്ച് കുഴച്ചെടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 10-15 മിനിറ്റ് ഇതുപോലെ നല്ല പോലെ കുഴച്ചെടുക്കാം. 10-15 മിനിറ്റ് ഇതുപോലെ കുഴച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡോ നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. ഇതുപോലെ നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു ഡോ ആയിട്ട് കിട്ടും. അപ്പോൾ ഇത് ചപ്പാത്തിക്ക് കുഴക്കുന്ന ആ പരുവത്തിലല്ല ഉള്ളത്, കുറച്ച് ലൂസായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ തന്നെ നിങ്ങൾ കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി നമുക്ക് ഈ പാത്രത്തിലോട്ട് ഒരിത്തിരി ഓയിൽ പുരട്ടി കൊടുക്കുക. ഇതുപോലെ ഫുള്ളായിട്ട് ഓയിൽ പുരട്ടി കൊടുത്തതിന് ശേഷം നമ്മുടെ ഡോ ഇതിൻ്റെ ഉള്ളിലായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ വെച്ച് കൊടുക്കുന്ന സമയത്ത് ഡോയുടെ മുകളിലും ഒരിത്തിരി ഓയിൽ ഇതുപോലെ പുരട്ടി കൊടുക്കുക. ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്ത് നല്ലപോലെ മൂടി വെക്കാം.
അപ്പോൾ മൂടി ഏകദേശം ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂർ വരെ നമ്മളിത് വെയിറ്റ് ചെയ്യാനുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ മാവ് ഡബിളായിട്ട് പൊങ്ങി വരും. ആ സമയം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ല, നമ്മുടെ ഡോ നമ്മൾ വെച്ചതിനേക്കാളും ഡബിളായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള എയറൊക്കെ പോയി കിട്ടും. അപ്പം താഴ്ന്നില്ലേ, ഇതുപോലെ എയറൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്ക് കൗണ്ടർ ടോപ്പിലോട്ട് ഇതുപോലെ കുറച്ച് മൈദ വിതറി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം നമ്മുടെ ഡോ. ഇതുപോലെ വെച്ച് കൊടുത്ത് വീണ്ടും ഒന്ന് നല്ലപോലെ കുഴച്ചെടുക്കുക. വീണ്ടും ഒന്ന് കൈവച്ച് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ചപ്പാത്തിക്കോല് കൊണ്ട് ഇത് നല്ലപോലെ ഒന്ന് പരത്തിയെടുക്കാം. അപ്പം നിങ്ങൾ ഇത് ഒന്നിച്ച് പരത്തുന്നില്ല എന്നുണ്ടെങ്കിൽ 2ആയിട്ട് പരത്തിയെടുത്താലും മതി. അതായത് 2 ഭാഗമാക്കിയതിന് ശേഷം പരത്തിയെടുത്താലും മതി. അപ്പം ഞാൻ ഒന്നിച്ച് തന്നെ പരത്തിയെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കട്ടി വേണം, നമ്മുടെ ഡോണട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഇത്രയും കട്ടി വേണം. അപ്പോൾ അത് ശ്രദ്ധിക്കാത്ത, എളുപ്പമാവാനും പാടില്ല, കൂടുതൽ കട്ടിയാവാനും പാടില്ല. അപ്പോൾ ഈ ഒരു കട്ടി ഉണ്ടാവണം, എങ്കിലേ നമുക്ക് നല്ല ഡോണട്ടായിട്ട് കിട്ടുള്ളൂ. അപ്പം ഞാൻ ഇതുപോലെ ഒരു സ്റ്റീലിൻ്റെ ഗ്ലാസ് എടുത്തിട്ടാണ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുള്ളത്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഡോണട്ട് കട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് ചെയ്താലും മതി, ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും വെച്ച് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ നടുവിലായിട്ട് ഒരു ഹോളിട്ട് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു നോസിൽ എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഇതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ മരുന്നിൻ്റെ അടപ്പ്, നമ്മുടെ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന മരുന്നില്ല, അതിൻ്റെ അടപ്പ് വെച്ച് ഇതുപോലെ നടുക്ക് ഹോളിട്ട് കൊടുത്താലും മതി. അപ്പോൾ അതിന് ശേഷം ഇതുപോലെ ഒരു ട്രേയിലോട്ട് മൈദ വിതറി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് ഓരോന്നായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം, ട്രേയിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നില്ല. ഇതൊരു 15 മിനിറ്റ് അങ്ങനെ വെച്ചതിന് ശേഷമാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ളത് ഇതുപോലെ വിട്ട് വെച്ച് കൊടുക്കുക. കാരണം അത് 15 മിനിറ്റ് കൊണ്ട് വീണ്ടും ഒന്ന് പൊങ്ങി വരും. അപ്പോൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ഇതുപോലെ വിട്ട് വെച്ച് കൊടുക്കുക. ഇതുപോലെ തന്നെ മുഴുവനായിട്ടും കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ബാക്കി വന്ന ഡോയും വീണ്ടും ഒന്ന് ഇതുപോലെ കുഴച്ചെടുത്തതിന് ശേഷം അതേ രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാൻ മുഴുവനും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഏകദേശം 29 പീസ് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. 3 കപ്പ് മൈദയിൽ എനിക്ക് 29 പീസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് എനിക്കൊരു ഓർഡർ വന്നതായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കൂടുതൽ ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഞാനെടുത്തതിൻ്റെ പകുതി എടുത്ത് ഇതുപോലെ ഉണ്ടാക്കിയാൽ മതി. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ അടുപ്പത്ത് ഇതുപോലെ എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ വെച്ചതിനേക്കാളും പൊങ്ങി വന്ന് വലുതായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോന്നെടുത്ത് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ സമയത്ത് ഇതിൻ്റെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വെക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ഡോണട്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം അടിഭാഗം ബ്രൗൺ നിറമാകുന്ന സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി അടിഭാഗം ഏകദേശം ബ്രൗൺ നിറമായിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അടിവശം കൂടി ഒന്ന് ബ്രൗൺ നിറമാകുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പം നല്ലപോലെ നമ്മുടെ പാകത്തിന് ബ്രൗൺ നിറമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബ്രൗൺ നിറമാകുന്ന സമയത്ത് നിങ്ങൾ എണ്ണയിൽ നിന്ന് കോരിയെടുക്കുക. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ള ഡൊണറ്റും ഫ്രൈ ചെയ്തെടുക്കാം.
അപ്പം നമ്മുടെ ഡൊണറ്റ് മുഴുവനും ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ല, കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ്. അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും.